10,000 കോടിയിൽ കൂടുതൽ മൂല്യമുള്ള കമ്പനി. ഷാർക്ക് ടാങ്ക് ഇന്ത്യ എന്ന ബിസിനസ് റിയാലിറ്റി ഷോയിൽ ബിസിനസ് മറ്റുള്ളവരെ പഠിപ്പിച്ച സ്ഥാപകർ. വാർഷിക വിൽപ്പന 3,000 കോടി കവിഞ്ഞ ഒരു കമ്പനി. കമ്പനി IPO ഫയൽ ചെയ്യുന്നതിന്, അതായത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് വെറും 29 ദിവസം മുമ്പ് അതേ സ്ഥാപകർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചു. 2022 ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്ന IPO ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഈ സ്ഥാപനത്തിന് കൃത്യമായി എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് വിജയഗാഥയായി മാറാൻ പോകുന്ന ഒരു കമ്പനി എങ്ങനെയാണ് പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ടത്? ആപ്പിളിലെ ഒരു ചെറിയ പിഴവ് ബോട്ട് പോലുള്ള ഒരു ബ്രാൻഡിന്റെ ഉദയത്തിലേക്ക് നയിച്ചതെങ്ങനെ? വെറും 30 ലക്ഷം രൂപയിൽ തുടങ്ങി ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സായി വളർന്നതെങ്ങനെ? പക്ഷെ ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. കമ്പനിക്ക് ഒരിക്കലുണ്ടായിരുന്ന ആ മൊമെന്റം പതുക്കെ നഷ്ടപ്പെടുത്താൻ കാരണമായ തെറ്റ് എന്താണ്? കോമ്പറ്റീറ്റേഴ്സിന് ബോട്ടിനെ മറികടക്കാനും വെല്ലുവിളിക്കാനും സാധ്യമാക്കിയ തെറ്റ് എന്താണ്? എന്തുകൊണ്ടാണ് മുൻ ജീവനക്കാർ കൂട്ടത്തോടെ ബോട്ടിനോട് വിട പറയുന്നത്? വർഷങ്ങളായി തയ്യാറെടുപ്പുകൾ നടത്തുന്നതും എന്നാൽ ആവർത്തിച്ച് വൈകുന്നതുമായ IPOയെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കും. ഒരു ഡാറ്റ ബ്രീച്ച് എങ്ങനെ ബോട്ടിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തി എന്നതുൾപ്പെടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കും. തുടർച്ചയായ 3 വർഷത്തെ നഷ്ടങ്ങൾക്ക് ശേഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പന കുറവായിരുന്നിട്ടും കമ്പനി പെട്ടെന്ന് ലാഭത്തിലേക്ക് തിരിച്ചെത്തിയതെങ്ങനെ? ഒടുവിൽ അമൻ ഗുപ്തയെയും സമീർ മേത്തയെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ച തന്ത്രം എന്തായിരുന്നു? ആ തീരുമാനം എങ്ങനെ തിരിച്ചടിച്ചിരിക്കാം? അങ്ങനെ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഈ കഥ ആരംഭിക്കുന്നത് ഒരു ചാർജിംഗ് കേബിളിൽ നിന്നാണ്. 2016 അമൻ ഗുപ്തയും സമീർ മേത്തയും എന്നീ 2 പേർ ചേർന്ന് ഒരു കമ്പനി ആരംഭിച്ചു. അമൻ ഡൽഹിയിൽ നിന്നുള്ളയാളാണ്. ഡൽഹി സർവകലാശാലയിൽ നിന്ന് BCom പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. ഇത് മാത്രമല്ല, അമൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിൽ നിന്ന് MBA ബിരുദധാരിയുമാണ്. അദ്ദേഹത്തിന്റെ അക്കാദമിക് യാത്ര അവിടെ അവസാനിച്ചില്ല. നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ കെല്ലോഗ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിലും അദ്ദേഹം പങ്കെടുത്തു. അമൻ ആദ്യം സിറ്റി ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം KPMGയിൽ സീനിയർ കൺസൾട്ടന്റ് ആയി. തുടർന്ന് JBLന്റെ മാതൃകമ്പനിയായ ഹാർമൻ ഇന്റർനാഷണലിൽ സെയിൽസ് ഡയറക്ടറായി. അമൻ ഓഡിയോ ഇൻഡസ്ട്രിയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് ലഭിച്ചത് ഇവിടെ നിന്നാണ്. ഈ സമയത്ത് ഒരു പ്രധാന പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കി. ഇന്ത്യയിലെ നല്ല ഓഡിയോ ഉൽപ്പന്നങ്ങൾ വളരെ ചെലവേറിയതായിരുന്നു. സോണി, JBL, ബോസ് തുടങ്ങിയ ബ്രാൻഡുകൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ എക്സ്പെൻസീവ് ആയതുകൊണ്ട് മിക്ക ഇന്ത്യൻ ഉപഭോക്താക്കൾക്കും അവ ലഭ്യമല്ലായിരുന്നു. മറുവശത്ത് വിപണിയിൽ ലഭ്യമായ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വളരെ മോശം ക്വാളിറ്റി ഉള്ളവയായിരുന്നു. ഒരു ശക്തമായ മീഡിയം റേഞ്ച് ഓപ്ഷൻ ലഭ്യമല്ലായിരുന്നു. അങ്ങനെ അമൻ സമീർ മേത്തയുമായി ചേർന്ന് ബോട്ട് ആരംഭിച്ചു. ഇമാജിൻ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. പ്രാരംഭ മൂലധനം ഏകദേശം 30 ലക്ഷം രൂപയായിരുന്നു. 2 സ്ഥാപകരും ചേർന്ന് അത് സ്വന്തം കീശയിൽ നിന്ന് നിക്ഷേപിച്ചു. ബോട്ടിന്റെ ആദ്യ ഉൽപ്പന്നം എന്തായിരുന്നു? ഇയർഫോണുകളോ ഹെഡ്ഫോണുകളോ സ്പീക്കറുകളോ അല്ല, അതൊരു ആപ്പിൾ ചാർജിംഗ് കേബിൾ ആയിരുന്നു. ഇത് അൺയൂഷ്വലായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. അക്കാലത്ത് ആപ്പിളിന്റെ ഒറിജിനൽ ലൈറ്റ്നിങ് കേബിളുകൾക്ക് ഒരു കോമൺ പ്രശ്നമുണ്ടായിരുന്നു. ചാർജിംഗ് പോയിന്റിന് സമീപം അവ പെട്ടെന്ന് പൊട്ടാറുണ്ടായിരുന്നു. അവ വീണ്ടും ഉപയോഗിക്കാൻ ആളുകൾ പലപ്പോഴും ടേപ്പ് ഉപയോഗിച്ച് അവ ശരിയാക്കിയിരുന്നു. കൂടാതെ ഒറിജിനൽ കേബിളുകൾ വളരെ ചെലവേറിയതായിരുന്നു. 10,000 തവണ വളച്ചാലും പൊട്ടാതെ താങ്ങാൻ കഴിയുന്ന ബ്രൈഡഡും ഈട് നിൽക്കുന്നതുമായ ഒരു കേബിൾ ബോട്ട് നിർമ്മിച്ചു. ഉൽപ്പന്നം മികച്ചതായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കേബിളുകളിൽ ഒന്നായി മാറി. മാർക്കറ്റിംഗിനായി ബോട്ട് ഒരു മികച്ച തന്ത്രമാണ് ഉപയോഗിച്ചത്. അവരുടെ ആദ്യ ഫേസ്ബുക്ക് ആഡിൽ ഒരു പൊട്ടിയ ആപ്പിൾ കേബിൾ കാണിച്ചു. ഒരു സിമ്പിൾ ക്യാപ്ഷനും ഉണ്ടായിരുന്നു: ടയേർഡ് ഓഫ് ബൈയിങ് ബ്രോക്കൺ കേബിൾസ്, ട്രൈ ബോട്ട്സ് ഇൻഡിസ്ട്രക്റ്റബിൾ കേബിൾ. അതേസമയം അമൻ ഒരു പ്രധാന കാര്യം തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ ഉപഭോക്താക്കൾ ബേസ് സൗണ്ടിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. തബലയായാലും ധോലായാലും EDM ആയാലും ഇന്ത്യ പഞ്ച് ശബ്ദമാണ് ഇഷ്ടപ്പെടുന്നത്. ബോട്ട് അതിന്റെ ഉൽപ്പന്നങ്ങൾ അതിനനുസരിച്ച് ട്യൂൺ ചെയ്യുകയും 350-നും 550-നും ഇടയിൽ വില നിശ്ചയിക്കുകയും ചെയ്തു. ശക്തമായ ഒരു ബ്രാൻഡഡ് കമ്പനിയും നിലവിലില്ലാത്ത ഒരു റേഞ്ചാണിത്. പിന്നെ എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യമായത് ബോട്ടിന് ലഭിച്ചു: ടൈം. 2016 റിലയൻസ് ജിയോ ആരംഭിച്ചു. മുമ്പ് 1 GB-ക്ക് 200-300 വിലയുണ്ടായിരുന്ന മൊബൈൽ ഡാറ്റ പരിധിയില്ലാത്ത ഡാറ്റയോടെ ഏതാണ്ട് സൗജന്യമായി. ജിയോയുടെ വരവിന് ശേഷം ദശലക്ഷക്കണക്കിന് ആളുകൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങി. സ്മാർട്ട് ഫോണുകൾ വന്നതോടെ ഇയർഫോണുകൾ, ചാർജറുകൾ, കേബിളുകൾ എന്നിവയുടെ ആവശ്യകത വന്നു. ബോട്ടിന്റെ കാര്യം എടുക്കുമ്പോൾ അത് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ആയിരുന്നു. ആദ്യ 2 വർഷത്തിനുള്ളിൽ തന്നെ ബോട്ടിന്റെ വിൽപ്പന 100 കോടി കവിഞ്ഞു. 2018 ഫയർസാറ്റ് വെഞ്ചേഴ്സിൽ നിന്ന് കമ്പനിക്ക് ആദ്യ ഫണ്ടിംഗ് ലഭിച്ചു. അതിനുശേഷം ബോട്ട് സ്പീക്കറുകൾ, സൗണ്ട് ബാറുകൾ, TWS ഇയർബഡുകൾ എന്നിവയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ബോട്ട് വ്യത്യസ്തമായ ഒന്നാണ് ചെയ്തത്. അവർ സെലിബ്രിറ്റികളെ ഉപയോഗിച്ചു.
ഹാർദിക് പാണ്ഡ്യ, KL രാഹുൽ, ജാക്വിലിൻ ഫെർണാണ്ടസ് തുടങ്ങിയ വളർന്നുവരുന്ന യുവതാരങ്ങളെ അവർ തിരഞ്ഞെടുത്തു. അവരുടെ ജനപ്രീതി വർദ്ധിച്ചതോടെ ബോട്ടും നേട്ടമുണ്ടാക്കി. ബോട്ട് ഒരു ഇലക്ട്രോണിക്സ് ബ്രാൻഡ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് എന്ന നിലയിലും സ്വയം സ്ഥാനം പിടിച്ചു. അമൻ ഗുപ്ത ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, "വി ഡോണ്ട് സെൽ ഇലക്ട്രോണിക്സ്, വി സെൽ ലൈഫ് സ്റ്റൈൽ ആക്സസറീസ്." ഈ തന്ത്രം വിജയിച്ചു. ബോട്ട് ഉപയോക്താക്കൾ സ്വയം ബോട്ട് ഹെഡ്സ് എന്ന് വിളിക്കാൻ തുടങ്ങുകയും അതൊരു കൂട്ടായ്മയായി മാറുകയും ചെയ്തു. 2019 ലാക്മേ ഫാഷൻ വീക്കിൽ മോഡലുകൾ ബോട്ട് ഉൽപ്പന്നങ്ങൾ ധരിച്ചു നടന്നു. ഈ വലിയ ചുവടുവെപ്പ് യുവാക്കൾക്കിടയിലെ ഒരു മികച്ച ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായി മാറാൻ ബോട്ടിനെ സഹായിച്ചു. പണം ഒഴുകാൻ തുടങ്ങി. വെറും 3 വർഷത്തിനുള്ളിൽ വരുമാനം ഏകദേശം 5 മടങ്ങ് വർദ്ധിച്ചു. വിൽപ്പന വർദ്ധിച്ചതോടെ ലാഭവും നിക്ഷേപകരും പിന്തുടർന്നു. 2021 ജനുവരിയിൽ US ആസ്ഥാനമായുള്ള സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ വാർബർഗ് പിൻകസ് 730 കോടി ബോട്ടിൽ നിക്ഷേപിച്ചു. കമ്പനിയുടെ മൂല്യം ഏകദേശം 2200 കോടിയായി. തുടർന്ന് 2022 ഒക്ടോബറിൽ സീരീസ് സി റൗണ്ടിൽ വാർബർഗ് പിൻകസും മലബാർ ഇൻവെസ്റ്റ്മെന്റും കൂടുതൽ നിക്ഷേപം നടത്തി. ബോട്ടിന്റെ മൂല്യം 8800 കോടിയായി ഉയർത്തി. ബോട്ട് ഔദ്യോഗികമായി ഒരു യൂണിക്കോൺ കമ്പനിയായി മാറി. 2022 മെയ് മാസത്തിൽ ബോട്ടിന്റെ 2000 കോടി രൂപയുടെ IPOയ്ക്ക് സെബി അംഗീകാരം നൽകി. ഇന്ത്യയുടെ സ്വന്തം ഓഡിയോ ബ്രാൻഡ് ഓഹരി വിപണിയിൽ പ്രവേശിക്കാൻ പോകുകയായിരുന്നു. ഇവിടെയാണ് കഥ ഒരു വഴിത്തിരിവായി മാറുന്നത്. ഇതുവരെയെല്ലാം പെർഫെക്റ്റായി കാണപ്പെട്ടു. വരുമാനം വർദ്ധിച്ചു, ഫണ്ടിംഗ് വന്നു, കമ്പനി ഒരു യൂണിക്കോണായി മാറി. പക്ഷേ പുറത്ത് കാണുന്നത് പോലെ ആയിരുന്നില്ല ഉള്ളിൽ കാര്യങ്ങൾ തകരുകയായിരുന്നു. ക്വാളിറ്റി ഇഷ്യൂസ് ആയിരുന്നു ആദ്യത്തെ പ്രശ്നം. ബോട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഡിസൈനും ബ്രാൻഡിങ്ങും ഇന്ത്യയിലാണ് ചെയ്തത്. എന്നാൽ നിർമ്മാണം ചൈനയിലായിരുന്നു. ചൈനീസ് ഫാക്ടറികളിൽ ഉണ്ടാക്കിയ വില കുറഞ്ഞ ഉപകരണങ്ങളിൽ ബോട്ട് എന്ന പേര് നൽകി ഇന്ത്യയിൽ വിറ്റു. ഈ രീതിയെയാണ് വൈറ്റ് ലേബലിംഗ് എന്ന് വിളിക്കുന്നത്. മത്സരം കുറവായിരുന്നിടത്തോളം കാലം ഉപഭോക്താക്കൾ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ആഗ്രഹിച്ചിരുന്നിടത്തോളം അത് നന്നായി പ്രവർത്തിച്ചു. എന്നാൽ ഉപയോക്താക്കൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പരാതികൾ വർദ്ധിച്ചു. 3 മാസത്തിനുള്ളിൽ ഇയർബഡുകൾ പ്രവർത്തനരഹിതമായി. ചാർജിംഗ് കേസുകൾ കേടായി. സൗണ്ട് ക്വാളിറ്റി വെറും ആവറേജ്. ഏറ്റവും പ്രധാനമായി കസ്റ്റമർ സർവീസ് മോശമായിരുന്നു. കംപ്ലൈന്റുകൾ പെരുകിയെങ്കിലും ആഴ്ചകളോളം പ്രതികരണമൊന്നും ലഭിച്ചില്ല. റെഡിറ്റ്, ട്വിറ്റർ, യൂട്യൂബ് റിവ്യൂകളിൽ പരാതികൾ നിറഞ്ഞു തുടങ്ങി. രണ്ടാമത്തെ പ്രശ്നം ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്ന അവകാശവാദമായിരുന്നു. ബോട്ട് സ്വയം അവതരിപ്പിച്ചത് ആത്മനിർഭർ ഭാരത് ആശയത്തെ പിന്തുണയ്ക്കുന്ന ഒരു അഭിമാനകരമായ ഇന്ത്യൻ ബ്രാൻഡായി ആയിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. 2022 ബോട്ട് ഡിക്സൺ ടെക്നോളജീസുമായി ചേർന്ന് കാൽഫിയോണിക്സ് ടെക് എന്ന പേരിൽ ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ചു. ഏകദേശം 70-80% ബോട്ട് ഉൽപ്പന്നങ്ങളും ഈ സംയുക്ത സംരംഭത്തിൽ നിന്നാണ് വന്നത്. എന്നിരുന്നാലും ട്രേഡ് റെക്കോർഡുകൾ കാണിക്കുന്നത് കാൽഫിയോണിക്സ് ഒരു വർഷത്തിനുള്ളിൽ ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നും 376 കോടി വിലമതിക്കുന്ന സാധനങ്ങൾ ഇറക്കുമതി ചെയ്തെന്നാണ്. അതിന്റെ 90-95% അസംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്തതായിരുന്നു. ശരിക്കും ചോദ്യം ഉയർന്നത് ഇവിടെയാണ്. ഇത് യഥാർത്ഥത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യയാണോ അതോ ഇന്ത്യയിൽ അസംബിൾ ചെയ്തതാണോ? കമ്പോണന്റ്സ് ചൈനയിൽ നിന്നാണ് വന്നത്, അസംബ്ലി ഇന്ത്യയിൽ നടന്നു, ബ്രാൻഡിംഗ് ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്ന് ചെയ്തു. ഇത് അക്ഷരാർത്ഥത്തിൽ ബോട്ടിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു. പിന്നീട് മറ്റൊരു വലിയ തിരിച്ചടി വന്നു. 2024 ഏപ്രിലിൽ 75 ലക്ഷത്തിലധികം ബോട്ട് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പേരുകൾ, ഫോൺ നമ്പറുകൾ, ഇമെയിലുകൾ, ഹോം അഡ്രസ്, ഓർഡർ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം പുറത്തു വന്നു. ഷോപ്പിഫൈ ഗൈ എന്നറിയപ്പെടുന്ന ഒരു ഹാക്കർ ഡാറ്റ ഡാർക്ക് വെബിൽ അപ്ലോഡ് ചെയ്തു. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ മുഴുവൻ ഡാറ്റാബേസും വെറും 216 വിറ്റുപോയതായാണ് റിപ്പോർട്ടുകൾ. ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളുടെ സ്വകാര്യ ഡാറ്റ കൈവശം വെച്ചിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തി. അത് ബോട്ടിനെ കുറിച്ച് മാത്രമല്ല, ഡാറ്റ സുരക്ഷയേക്കാൾ വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചും. 2022 മെയ് മാസത്തിൽ ബോട്ടിന്റെ 2000 കോടി രൂപയുടെ IPOയ്ക്ക് സെബി അംഗീകാരം നൽകി. എല്ലാം തയ്യാറായിരുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ ഓഡിയോ ബ്രാൻഡ് ഓഹരി വിപണിയിൽ പ്രവേശിക്കാൻ പോകുകയായിരുന്നു. പക്ഷെ കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത് ഇവിടെയാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി വിപണിയിൽ നിന്നാണ് ഉണ്ടായത്. 2020 ബോട്ട് സ്മാർട്ട് വാച്ച് വിഭാഗത്തിൽ പ്രവേശിച്ചു. തുടക്കത്തിൽ അത് സക്സസ്ഫുൾ ആയിരുന്നു. ഇന്ത്യൻ സ്മാർട്ട് വാച്ച് വിപണി അതിവേഗം വളർന്നു. എന്നിരുന്നാലും ബോട്ട് അവരുടെ പഴയ തന്ത്രം തന്നെ ആവർത്തിച്ചു. വലിയ പുതുമകളൊന്നുമില്ലാത്ത ചൈനീസ് ഉൽപ്പന്നങ്ങൾ റീബ്രാൻഡ് ചെയ്തു. നോയ്സ്, ഫയർബോൾട്ട് പോലുള്ള എതിരാളികൾ വേഗത്തിൽ മുന്നേറി. ഹെൽത്ത് സെൻസറുകൾ, മെച്ചപ്പെട്ട സോഫ്റ്റ്വെയർ, കൂടുതൽ ഇന്നോവേഷൻ തുടങ്ങിയ മികച്ച ഫീച്ചേഴ്സ് അവതരിപ്പിച്ചു. ഇതിന്റെ ഫലമായി ബോട്ടിന്റെ വിപണി വിഹിതം കുറഞ്ഞു. അതേസമയം മത്സരാർത്ഥികൾ അതിനെ മറികടന്നു. ഫയർബോൾട്ട് 1-ാം സ്ഥാനത്തും തുടർന്ന് നോയ്സും എത്തി. പുതുമ ഇല്ലാത്തതുകൊണ്ടും എല്ലാ ബ്രാൻഡുകളിലും ഒരേപോലുള്ള ഉൽപ്പന്നങ്ങൾ വന്നതുകൊണ്ടും സ്മാർട്ട് വാച്ച് വിപണി തന്നെ ചുരുങ്ങാൻ തുടങ്ങി. സാമ്പത്തികമായി വെയറബിൾസിൽ ബോട്ടിന്റെ വരുമാനം കുറയുകയും മൊത്തത്തിലുള്ള വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്തു. 2022 വരെ ലാഭത്തിലായിരുന്ന കമ്പനി 2023 129.5 കോടി നഷ്ടം രേഖപ്പെടുത്തി. തുടർന്ന് 2024 വീണ്ടും നഷ്ടം രേഖപ്പെടുത്തി.
2022 സെബിയുടെ അംഗീകാരം ലഭിച്ചിട്ടും ദുർബലമായ വിപണി സാഹചര്യങ്ങളും നഷ്ടങ്ങളും കാരണം IPO മാറ്റിവെച്ചു. 2025 സാമ്പത്തിക വർഷത്തിൽ ബോട്ട് വീണ്ടും ചെറിയ ലാഭം കാണിച്ചു. പക്ഷേ ഇത് പ്രധാനമായും സെയിൽസ് ഗ്രോത്തിൽ നിന്നല്ല, ചെലവ് ചുരുക്കലിൽ നിന്നാണ് ലഭിച്ചത്. പിന്നീട് 1500 കോടി ലക്ഷ്യമിട്ട് IPO പ്രക്രിയ പുനരാരംഭിച്ചു. എന്നാൽ ഔദ്യോഗിക IPO രേഖകൾ സമർപ്പിക്കുന്നതിന് വെറും 29 ദിവസം മുമ്പ് 2 സ്ഥാപകരും എക്സിക്യൂട്ടീവ് റോളുകളിൽ നിന്ന് രാജിവെച്ചു. അമൻ ഗുപ്ത CMO സ്ഥാനത്ത് നിന്നും സമീർ മേത്ത CEO സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. വിപണി ഇതിനെ ഒരു വലിയ തിരിച്ചടിയായി കണ്ടു. സാമ്പത്തിക കണക്കുകളിലെ തെറ്റുകളും ഫണ്ട് ഉപയോഗിച്ചതിലെ പ്രശ്നങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചു. ഇത് സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ജീവനക്കാരുടെ പിരിച്ചുവിടലും കുത്തനെ വർദ്ധിച്ചു. സമീപ വർഷങ്ങളിൽ 30%-ലധികം ജീവനക്കാർ വർഷം തോറും പിരിഞ്ഞു പോകുന്നു. ഒടുവിൽ 2026 ബോട്ട് അതിന്റെ IPO വീണ്ടും താൽക്കാലികമായി നിർത്തി. എന്നിരുന്നാലും കമ്പനി തകർന്നിട്ടില്ല. ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളും ശക്തമായ വിപണി സാന്നിധ്യവുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിയോ ബ്രാൻഡുകളിൽ ഒന്നായി ഇതിപ്പോഴും തുടരുന്നു. അതേസമയം അമൻ ഗുപ്ത വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞു. ഷാർക്ക് ടാങ്ക് ഇന്ത്യയിലൂടെ നിരവധി പുതിയ കമ്പനികളിൽ അദ്ദേഹം നിക്ഷേപം നടത്തി. കൂടാതെ 100 കോടി രൂപയുടെ ഫണ്ടിങ്ങോടെ ഓഫ് ബീറ്റ് എന്ന സ്വന്തം AI കമ്പനിയും ആരംഭിച്ചു. ബോട്ടിന്റെ കഥ വ്യക്തമാക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. മികച്ച മാർക്കറ്റിംഗ്, ശരിയായ സമയം, വില എന്നിവയിലൂടെ ഒരു ബ്രാൻഡിന് വേഗത്തിൽ വളരാൻ കഴിയും. എന്നാൽ ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, പുതുമ, വിശ്വാസം, സ്ഥിരത എന്നിവ ആവശ്യമാണ്. കാരണം പരസ്യങ്ങൾ എത്ര ഗംഭീരമാണെങ്കിലും ഉപഭോക്താക്കൾ എപ്പോഴും ഓർക്കുന്നത് ഉൽപ്പന്നം ഉപയോഗിച്ചപ്പോഴുള്ള അവരുടെ അനുഭവമായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.